അല്പസമയം ഡേവിസ് അച്ഛനായി സമയം വേർതിരിക്കുകയാണ്. അച്ഛനെ ഒത്തിരി പ്രാവശ്യം ഫേസ്ബുക്കിലും മറ്റും ലൈവായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാ അച്ഛനെ ഈ പ്രയാണ യാത്രയിൽ ആദ്യമായി മുഖാമുഖമായി കാണുന്ന അച്ഛന്റെ സരളമായ ഭാഷ, തൃശൂർ ഭാഷ. അച്ഛൻ ചെയ്യുന്ന വളരെ സേവനങ്ങൾ ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ. ഞാൻ പറയുന്നതിനേക്കാൾ അപ്പുറം അച്ഛന്റെ വായിൽ നിന്ന് കേൾക്കാൻ സമൂഹം കാതുകൂത്തിയിരിക്കുന്നു. ഓവർ ടു ഡേവിസ് അച്ഛ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ബൈബിളിലെ മാതാവിന്റെ, ദാവീദിന്റെ, സങ്കീർത്തകന്റെ ഒക്കെ വാക്കുകൾ സ്തുതിഗീതങ്ങളായിട്ടാണ് നമ്മൾ കാണുക. ഈ ഒന്നെന്ന് നമ്മുടെ എല്ലാ ലിറ്ററേച്ചറുകളിൽ ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്തുതിക്കാൻ ഒരു വരിയുണ്ടല്ലോ, പാടുവാനല്ലെങ്കിൽ അതാണ് കാര്യം. ഈ പാടാത്ത വീണയും പാടും. അപ്പൊ ഈ പാടാനാണ് ഈ നാവ് തന്നിട്ടുള്ളത്. ഈ നാവ് കൊണ്ട് ഈ ലോകത്തിലുണ്ടല്ലോ അസുഖം വരാത്ത ശരീരത്തില് ഒരു അവയവം എനിക്ക് തോന്നുന്നത് നാവാ. കിഡ്നിക്ക് അസുഖം വരും, ഹാർട്ടിന് വരും, കൈയും കാലും ഒക്കെ വരും. പക്ഷെ നാവിന് ഒരു അസുഖവും ഇല്ല. അതാ പ്രശ്നം. കാരണം ഇതിന് ഒരു അസുഖം വരില്ല. എന്തുമാത്രം ഇതിന് നാവിട്ടിട്ട് അടിച്ചാലും കേടുവരില്ല. അപ്പൊ കേടുവരാത്തൊരു സാധനം ദൈവം തന്നുള്ളത് എന്താണ്? നാവാണ്. അതെന്തിനാണ്? നീ എത്രമാത്രം നിന്റെ നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നുവോ, നമ്മുടെ നാവിൽ ഒരു വാക്ക് വന്നാൽ അതപ്പം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിപ്പോകും. നമ്മുടെ വായിൽ എന്ത് വന്നാൽ അത് ഭക്ഷണമായിട്ട് വയറ്റിലേക്ക് എന്നതുപോലെ നമ്മുടെ നാവിൽ നിന്നൊരു ശബ്ദം പുറപ്പെടുവിച്ചാൽ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിപ്പോകും. പിന്നെ സംഗീതം രണ്ട് സാധനം വേണ്ട അല്ലടാ. ഒന്ന് രാഗം, പിന്നെ താളം. രാഗവും താളവും ചേരുന്നതാണ് സംഗീതം. ഈ സംഗീതത്തിന്റെ രാഗം എന്ന് പറയുന്നത് ഞാൻ കണക്കാക്കുക അതിന് നമ്മുടെ ജീവിതത്തിന്റെ ആ വിശ്വസ്തതയാണ്, വിശ്വാസമാണ്. പറഞ്ഞ പോലെയൊക്കെ രാഗം വരണം, അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്നാണ്. പിന്നെ താളം എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹ താളം നമ്മുടെ. ഈ താളം തെറ്റിയാലാണ് ഈ ജീവിതമൊക്കെ അവതാളത്തിലാവുന്നത്. ഇവിടെ താളം തെറ്റിയാലും ആൾക്കാരൊക്കെ എന്നൊക്കെ നോക്കും. പാട്ടില് താളം തെറ്റിയാലും ധൈര്യമായിട്ട് പാടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കൂസലില്ലാണ്ട് പാടും. നമ്മുടെയൊക്കെ താളം തെറ്റുമ്പോ ആകെ ഒരു പ്രയാസം. അവർക്കൊരു പ്രയാസമില്ല, ഭംഗിയായിട്ട് ഇങ്ങനെ പാടും. പ്രിയമുള്ളവരെ, ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിലെ ആനന്ദം പകരുന്നത് ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ്. ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം സ്വർഗം വരെ എത്തുക. അപ്പൊ ഇങ്ങനെയുള്ള ഈ സംഗീതം പണ്ട് കാലത്തൊക്കെ ഇതായിരുന്നു ഏറ്റവും കൂടുതൽ സ്തുതിഗീതങ്ങളായിരുന്നു. ദേവാലയത്തിലെ ചുമരുകളും ദേവാലയത്തിലെ അന്തരീക്ഷം മുഴുവനും ദൈവത്തെ, മാലാഖമാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇങ്ങനെ നമ്മളെ യാത്രയിലൊക്കെ ഈ പാട്ട് പാടണം. നിങ്ങൾ കാറിൽ പോകുമ്പോൾ പാട്ട് പാടണം. പാട്ടിൽ അവിടെ വെച്ചാൽ പോലെ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് പാടണം. പിന്നെ വീട്ടിലാണെങ്കിലും ചില വീടുകളിൽ ചെല്ലുമ്പോൾ കാണാം, അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിലും അവിടെ പാട്ട് വെച്ചിട്ടുണ്ട്, അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതം ഒരു സംഗീതമാകണം, ദൈവത്തിനുള്ള ഒരു സ്തുതിഗീതമായിട്ട് മാറണം. വെറുതെ പറയാനല്ല അച്ഛൻ. നമ്മൾ പറയാം പാട്ടിൽ ഇത്തിരി താളം ഇതൊക്കെ തെറ്റിയാലും കുഴപ്പമില്ല, ജീവിതത്തിൽ ഒരു തെറ്റ് വരാണ്ടിരുന്നാൽ മതി. പാട്ട് തെറ്റി എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോ പാട്ടങ്ങട് പാടിയതങ്ങട് ശരിയായില്ല എന്ന് പറഞ്ഞൊരു കുറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പാട്ട് തെറ്റിയതിന്റെ പേരിൽ വിഷമിക്കണ്ട. ഒരു വലിയൊരു പാട്ടുകാരൻ അതിമനോഹരമായി പാട്ട് പാടി സ്റ്റേജിൽ നിന്നിട്ട് അപ്പൊ എല്ലാവരും കൈയടിച്ചു. എല്ലാവരും ഒന്ന് നോട്ട് മാലകളൊക്കെ കഴുത്തിലിട്ട് കൊടുത്തു. പക്ഷെ അയാളുടെ മുഖത്ത് പ്രസാദമില്ല. അപ്പൊ ഇതെന്താ തനിക്ക് ഇത്ര നന്നായിട്ട് പാടിയിട്ട് എന്തൊരു ഇത്ര സന്തോഷമില്ലാത്ത. ഇപ്പൊ നോക്കുമ്പോൾ
ഇയാളെ പാട്ട് പഠിപ്പിച്ചാൽ ഏറ്റവും പിന്നിലിരിപ്പുണ്ട്, അയാളുടെ മുഖത്ത് പ്രസാദമായിട്ടില്ല. കാരണം നിങ്ങളൊക്കെ കൈയടിച്ചു, അയാൾക്കറിയാം പാടിയത് എന്താന്നുള്ളത്. നമ്മൾ പാടുമ്പോൾ ദൈവത്തിന്റെ മുഖത്ത് പ്രസാദം വരണം. മനുഷ്യരൊക്കെ നമുക്ക് വേണ്ടി കൈയടിച്ചാലും നമ്മുടെ ഹൃദയം കൊണ്ടാണ് നമ്മൾ പാടുന്നതെങ്കിൽ അത് ദൈവത്തിന്റെ പക്കൽ എത്തിച്ചേരും. കുട്ടികളുടെ പാട്ടുകൾ കേട്ടിട്ടോ നിങ്ങൾ? ആരും തെറ്റുപറ്റി എന്ന് കുട്ടികൾ പാടുമ്പോൾ പറയില്ല. തെറ്റ് പറ്റുമ്പോൾ എല്ലാവരും ചിരിക്കും, സന്തോഷിക്കും. കുട്ടികളുടെ തെറ്റ് നമുക്ക് സന്തോഷമാണ്. പ്രായം ചെന്നൊരാൾ ഒന്നുകൂടെ പാടിയിട്ട് തെറ്റിയാലും നമ്മൾ അപ്പോഴും കൈയടിക്കും. അതിന്റെ ഇടയിലുള്ള പ്രായം മാത്രമാണ് പ്രശ്നമുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒന്നെങ്കിൽ കുട്ടികളാവുക, കർത്താവ് പറഞ്ഞിട്ട് നിങ്ങൾ ശിശുക്കളെ പോലെ ആകുന്നുണ്ട്. അത് ഈ പ്രായമായാലും ശിശുക്കളെ പോലെ ആകും നമ്മൾ. അപ്പൊ ദൈവത്തിനെ സ്തുതിയർപ്പിച്ച് ഞാനൊരു പാട്ടിന്റെ പേരിലൂടെ ഒന്നുമില്ലായ്മയും ഒന്നുമില്ല, അത് കാരണം ഒന്നുമില്ലായ്മ എന്ന് പാടാൻ വിചാരിച്ചിട്ടാണ് ആ പാട്ടിന്റെ പേരിൽ പാടി നോക്കണ. ഒന്നുമില്ലായ്മയിൽ അല്ലെ ആ അടുക്കങ്ങട് പാടന്നെ, എല്ലാരും കൂടി പാടട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ ഒന്നു ചേരാൻ ഇത്രയും സ്വാധീനമുള്ള ഒന്നില്ല, അത് സംഗീതമാണ്. നമുക്ക് ഒരുമിച്ച് പാടാം. കേട്ടോ, നീ വായിച്ചോ. ആ പാടിയോട്ട് നിങ്ങൾ പാടില്ല. ആരെ പാടി? ആന്നെ പാടാതെ കുഴപ്പമില്ലല്ലോ. ആന്നെ പാടാതെ നിങ്ങൾക്കറിയാവുന്ന പാട്ടല്ലേ? യെസ്. അതിന്റെ വരികളൊക്കെ ഭയങ്കര ഫീലിംഗ് ഉള്ളത് നമുക്ക്. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപ്പിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപ്പിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. നല്ല ദൈവത്തോട് ഞാൻ എന്തോ ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചൊല്ലി നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം.
ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം, ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിത്തോളിലേകുവാൻ ഓർത്തില്ല ഞാൻ. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിത്തോളിലേകുവാൻ ഓർത്തില്ല ഞാൻ. ഞാനേകനാകുമ്പോൾ മനസ്സ് നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ഞാനേകനാകുമ്പോൾ മനസ്സ് നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ദൈവമാണ് ഏക ആശ്രയം, ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. നിന്റെ മുൻപിൽ കാഴ്ചയിടാം. നിന്റെ മുൻപിൽ കാഴ്ചയിടാം. എന്റെ ഓർമ്മ ശരിയാണ്, അച്ഛൻ പാട്ട് പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇത് മിക്കവാറും ഇത് യൂട്യൂബിൽ